പാപപരിഹാരാർത്ഥ പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥ പാതകരെ തേടി. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുമില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും, അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ നിരപരാധിയായിരുന്നു. എന്നാൽ പാപനിമിത്തം അവൻ്റെ ജീവിതം നരകത്തിൽ അവസാനിക്കാൻ തുടങ്ങി. പുക മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചയെയും തകർക്കപ്പെടുന്നതിനെയും അവൻ്റെ ജീവിതത്തിലെ ഭാരത്തെയും അടിച്ചമർത്തലിനെയും പ്രതിനിധീകരിക്കുന്നു. സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. നമുക്ക് പകരമായി കാൽവരിലെ ക്രൂശിൽ യാഗമാക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയുമില്ല. മുറിവേൽക്കപ്പെട്ടതും പാപം മൂലം ശക്തിഹീനമായതും നിരുത്സാഹപ്പെടുത്തപ്പെട്ടവനും പരാജയം അനുഭവിച്ചവനുമായൊരു വ്യക്തിയെ ക്രിസ്തു ശക്തീകരിക്കുകയും പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാൽ അവൻ അയാളെ ഓടിക്കുകയില്ല, തള്ളിക്കളയുകയുമില്ല. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, പുകയുന്ന തെരി അവൻ കെടുത്തിക്കളയുകയുമില്ല. വിശ്വാസത്തിൽ കുറവുള്ള ഒരാളെ ക്രിസ്തു കുറ്റം വിധിക്കുകയില്ല. അന്ത്യത്തിങ്കൽ ക്രിസ്തു സാത്താൻ്റെ മേൽ ആധിപത്യം പുലർത്തും. ക്രിസ്തു ന്യായവിധി ജയത്തോളം നടത്തും. ചവിട്ടി മെതിക്കപ്പെട്ടവരവൻ ഉയർത്തും. പീഡിതന്മാരെ വിടുവിക്കും. തങ്ങളിലേക്ക് തിരിഞ്ഞ് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ നൽകും. സകല ജാതികളും ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കും. ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലും രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.